ഗാസയുടെ തെക്കേയറ്റത്തെ റഫ നഗരം പൂർണ്ണമായി വളഞ്ഞ ഇസ്രയേൽ സൈന്യം സുരക്ഷാ ഇടനാഴി ഒരുക്കിയതായി പ്രഖ്യാപിച്ചു. റഫയെ ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പുതിയ സുരക്ഷാ ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായാണ് പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ അതിർത്തിയുടെ ചെറിയ തീരദേശ പ്രദേശങ്ങളിലേക്ക് കൂടി നിർമ്മാണം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. പലസ്തീനികളോട് ഒഴിയാൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആവശ്യപ്പെട്ടു. ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നും പറഞ്ഞു. ഗാസയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുമെന്നും പലസ്തീനികൾ ഉടൻ തന്നെ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രസ്താവന വഴിയാണ് അറിയിച്ചത്. ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ തകർക്കാനും പലസ്തീനികൾ കൂടെ നിൽക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം ഇതാണെന്നും കാറ്റ്സിന്റെ പ്രസ്താവനയിൽ വ്യക്തമായുണ്ട്. റഫയ്ക്കും ഖാൻ യൂനിസിനും ഇടയിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജൂത സ്ഥലത്തിന്റെ പേരായ മൊറാഗ് എന്ന പുതിയ സുരക്ഷാ ഇടനാഴിയിലേക്ക് കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. റഫയുടെ ഭൂരിഭാഗ പ്രദേശവും ഒന്നാകെ ഒഴിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഗാസയുടെ ഭൂരിഭാഗവും പിടിച്ചെടുക്കുമെന്നും ബന്ദികളായിട്ടുള്ള ബാക്കി 59 പേരെയും മോചിപ്പിക്കാനും പുതിയ വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാനും ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഭക്ഷണം, ഇന്ധനം, മാനുഷിക സഹായം എന്നിവയ്ക്ക് 1 മാസത്തെ ഉപരോധം കൂടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാർ ഏർപ്പെടുത്തി. ഇത് പലസ്തീനികളെ കടുത്ത ക്ഷാമത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ തീരുമാനത്തെ മനുഷ്യാവകാശ സംഘടനകൾ യുദ്ധക്കുറ്റമായാണ് കണക്കാക്കുന്നത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷമാണ് ഗാസയിലെ യുദ്ധം ആരംഭിച്ചത്. അതിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് ഹമാസ് കൊണ്ടുപോകുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 61,709 ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 47,498 പേരുടെ മരണമായിരുന്നു ആദ്യം സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ വെടിനിർത്തലിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു. ഇതിനിടെ ഹമാസ് സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ് ബന്ദിയായ ഇസ്രയേലി സൈനികന്റെ വീഡിയോ പുറത്തുവിട്ടു. ഇസ്രയേൽ US പൗരത്വമുള്ള ഈഡൻ അലക്സാണ്ടർ തന്റെ മോചനം സാധ്യമാക്കാതിരുന്ന ഇസ്രയേൽ സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ വീഡിയോയായിരുന്നു അത്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഇസ്രയേൽ കടന്നാൽ ഈഡനെ മോചിപ്പിക്കാമെന്ന് ഹമാസ് കഴിഞ്ഞ മാസമാണ് ഉറപ്പു നൽകിയത്. ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച മധ്യസ്ഥ രാജ്യങ്ങൾ തിരക്കിട്ട നീക്കത്തിലാണ്. ബന്ദികളുടെ മോചനത്തിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ച പുരോഗമിക്കുന്നത്. ഗാസയിലേക്ക് സഹായം വൈകിയാൽ കൂട്ടമരണത്തിന് സാധ്യതയെന്ന് UN ഏജൻസികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതായി വ്യാപകമായ റിപ്പോർട്ടുകളുണ്ട്. ബന്ദികളുടെ മോചനം പ്രധാന അജണ്ടയാണെന്നും അതിനായി സാധ്യമായ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും US പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.